അക്ഷന പുത്തൻകോട്ട് ഹിയർ. നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ 4th ക്ലാസ്സാണിത്. നമ്മളിന്ന് കുറച്ച് തിയറിയാണ് നോക്കാൻ പോകുന്നത്. ടീച്ചിങ് തിയറികൾ തന്നെയാണ്. നമ്മൾ മുന്നേ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് തിയറികൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. കുറച്ച് തിയറികളും തിയറിസ്റ്റുകളും ഒക്കെയാണ്. ഓക്കെ, സോ നമ്മളിന്ന് വൈഗോട്സ്കിയുടെ തിയറിയാണ് പറയാൻ പോകുന്നത്. തിയറി ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അതായത് ഒരു കുട്ടിയുടെ പഠനം നടക്കുന്നത് സോഷ്യലി ആണെന്നുള്ളതാണ്. മറ്റേത് നമ്മളിപ്പോൾ നമുക്ക് ഇൻ്റലക്ച്വൽ സ്കില്ലുണ്ട് എങ്കിൽ ആ കുട്ടിക്ക് തനിയെ പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് അല്ലേ പല തിയറിസ്റ്റുകളും പറയുന്നത്. പക്ഷേ ഇവിടെ വൈഗോട്സ്കി പറയുന്നത് ഒരാളുടെ പഠനം നടക്കുന്നത് അയാളുടെ ചുറ്റുപാടും കൂടെ അതിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തിയറിയാണ് തിയറി ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് പറയുന്നത്. ഈ തിയറിയെ നമ്മൾ സോഷ്യോ കൾച്ചറൽ തിയറി എന്നും പറയാറുണ്ട്. ഓക്കെ, ഡെവലപ്മെൻറ്റ് റിസൾട്ട്സ് ഫ്രം ഡൈനാമിക് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദി ഇൻഡിവിജ്വൽ ആൻഡ് ദി സൊസൈറ്റി. അതായത് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എന്തിൻ്റെ റിസൾട്ടായിട്ടാണ്? ഈ കുട്ടി സൊസൈറ്റിയുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ടാണ് കുട്ടിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത് എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. ഓക്കെ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് പ്ലേ വൈറ്റൽ റോൾ ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റിൽ സൊസൈറ്റി, കൾച്ചർ ഇതൊക്കെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു തിയറിയിലൂടെ വൈഗോട്സ്കി പറയുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. A child is born with some elementary mental function, EMF എന്നും പറയാറുണ്ട്. എലമെൻ്ററി മെൻ്റൽ ഫങ്ഷൻ. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് എലമെൻ്ററി മെൻ്റൽ ഫങ്ഷൻ മാത്രമാണ് ഉണ്ടാവുക. ഓക്കെ, അറ്റൻഷൻ, സെൻസേഷൻ, പെർസെപ്ഷൻ ആൻഡ് മെമ്മറി. അതായത് ഒരു കുട്ടിക്ക് എലമെൻ്ററി മെൻ്റൽ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അറ്റൻഷൻ, സെൻസേഷൻ, പെർസെപ്ഷൻ, മെമ്മറി ഇതൊക്കെ എലമെൻ്ററി മെൻ്റൽ ഫങ്ഷനിൽ വരുന്നതാണ് അല്ലേ. ഒരു ചെറിയ കുട്ടി ജനിച്ച ഉടനെ ഉണ്ടാവുന്ന ആ കുട്ടിയുടെ മെൻ്റൽ ഫങ്ഷൻ എന്താണ്? എലമെൻ്ററി ആണ്. ഇറ്റ് ഈസ് ലേറ്റർ ഡെവലപ്ഡ് ഇൻ ടു ഹയർ മെൻ്റൽ ഫങ്ഷൻ സച്ച് ആസ് ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ് ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻ. അപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് എലമെൻ്ററി മെൻ്റൽ ഫങ്ഷൻ ആണ് ഉണ്ടായിരിക്കുക. ആ എലമെൻ്ററി മെൻ്റൽ ഫങ്ഷനിൽ നിന്ന് ഒരു ഹയർ മെൻ്റൽ ഫങ്ഷനിലേക്ക് കുട്ടി ഡെവലപ്പ് ചെയ്യുന്നു. എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത്? കുട്ടി ചുറ്റുപാടും ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോൾ, സൊസൈറ്റിയുമായിട്ടും കൾച്ചറുമായിട്ടും ഒക്കെ ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ കുട്ടിക്ക് ഹയർ മെൻ്റൽ ഫങ്ഷൻ ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം എലമെൻ്ററി മെൻ്റൽ ഫങ്ഷനായിട്ട് നമുക്ക് അറ്റൻഷൻ, സെൻസേഷൻ, പെർസെപ്ഷൻ, മെമ്മറി ഒക്കെ പറയാമെങ്കിൽ ഹയർ മെൻ്റൽ ഫങ്ഷൻ ഏതൊക്കെയാണ്? ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്, ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ് ഇതൊക്കെ എന്താണ്? ഹയർ മെൻ്റൽ ഫങ്ഷനാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. കുട്ടി സൊസൈറ്റിയുമായിട്ട് അല്ലെങ്കിൽ കൾച്ചറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് കുട്ടി എലമെൻ്ററി മെൻ്റൽ ഫങ്ഷനിൽ നിന്ന് ഹയർ മെൻ്റൽ ഫങ്ഷനിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് ഇടനിലക്കാരനായിട്ട് നിൽക്കുന്ന കുട്ടിയെ സഹായിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവും. അവരെയാണ് നമ്മൾ മോർ നോളേജബിൾ അതർ അഥവാ MKO എന്ന് പറയാം. മോർ നോളേജബിൾ അതർ, സംവൺ വിത്ത് എ ഹയർ എബിലിറ്റി ലെവൽ ദാൻ ദ ലേണർ. അപ്പം നമ്മൾ വിചാരിക്കും നമ്മളെക്കാളും പ്രായം കൂടിയ ആളുകളാണോ എന്നുള്ളത്. അങ്ങനെയല്ല. ചിലപ്പോൾ നമ്മുടെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാവാം, ചിലപ്പോൾ നമ്മളെക്കാളും ഏജ് കുറഞ്ഞ ആളുകളും ആവാം. ഇത്രേ അർത്ഥമുള്ളൂ. ഞാനൊരു പുതിയ സ്കില്ല് പഠിക്കുവാണ് അല്ലെങ്കിൽ ഒരു കാര്യം പഠിക്കുവാണ്. അപ്പോൾ ആ ഒരു ഫീൽഡിൽ എന്നെക്കാളും അറിവുള്ള, എന്നെക്കാളും കഴിവുള്ള ആരും ആവാതെ, ചിലപ്പോൾ എന്നെക്കാളും പ്രായം കൂടിയ ആളാവാം, ചിലപ്പോൾ എൻ്റെ സെയിം ഏജുള്ള ആളാവാം, ചിലപ്പോൾ എന്നെക്കാളും പ്രായം കുറഞ്ഞ ആളും ആവാം. അപ്പോൾ മോർ നോളജബിൾ അതർ എന്ന് പറയുമ്പോൾ ആ എബിലിറ്റി ലെവൽ എന്നെക്കാളും ഹയർ ആയിരിക്കണം. ഓക്കെ, അതാണ് മോർ നോളജബിൾ അതർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോർ നോളജബിൾ അതർ ആണ് ഈ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നത്. എങ്ങനെയാണ് മോർ നോളജബിൾ അതർ ഹെൽപ്പ് ചെയ്യുന്നത്? അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അഥവാ ZPD എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് എ ചൈൽഡ് ക്യാൻ അച്ചീവ് വിത്ത് ഗൈഡൻസ് ആൻഡ് എൻകറേജ്മെൻറ്റ്. അതായത് ഒരു കുട്ടി തനിയെ ചെയ്യുമ്പോൾ ആ കുട്ടിക്കുള്ള എലമെൻ്ററി മെൻ്റൽ ഫങ്ഷൻ വെച്ചിട്ടായിരിക്കും ആ കുട്ടി ചെയ്യുന്നത്. അതായത് ഇപ്പം എനിക്ക് പടം വരയ്ക്കാൻ അറിയില്ല, അപ്പം ഞാനൊരു പടം വരയ്ക്കുവാണ്. അറിയാത്ത ഞാൻ വരയ്ക്കുമ്പോൾ എൻ്റെ എലമെൻ്ററി മെൻ്റൽ ഫങ്ഷൻ വെച്ചിട്ടുള്ള ഒരു പടമല്ലേ എനിക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ പടം വരയ്ക്കുന്നതിൽ എന്നെക്കാൾ കഴിവുള്ള മോർ നോളജബിൾ അതർ എന്നെ സഹായിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ആ പടം വരച്ചൂടെ? അങ്ങനെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ആ പടം വരയ്ക്കുന്നതിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. അതായത് ഞാൻ തനിയെ വരയ്ക്കുന്ന ഒരു പടവും ഈ പടം വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ വരയ്ക്കുന്ന ഒരു പടവും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. ആ ഡിഫറൻസിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ആ സഹായിക്കുന്ന പ്രക്രിയക്ക് എന്താണ് പറയുക? സ്കഫോൾഡിങ് എന്നാണ് പറയുക. ഓക്കെ, അതായത് മോർ നോളജബിൾ അതർ എന്നെ സഹായിക്കുന്നു അല്ലേ. ആ സഹായത്തിന് പറയുന്ന പേരാണ് സ്കഫോൾഡിങ്. അപ്പം നിങ്ങൾ ഇത്ര ആലോചിക്കുക, നമ്മൾ ഈ ബിൽഡിംഗ് ഒക്കെ പണിയുന്ന സമയത്ത് നമ്മൾ ഈ
വാർത്തിട്ട് നമ്മളിങ്ങനെ പില്ലർ കൊടുക്കും അല്ലേ. അപ്പോൾ അത് ഒന്ന് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനൊരു സപ്പോർട്ട് കൊടുക്കുവാണ്. ഇനി ആ ഒരു പില്ലർ നമ്മൾ ഫുൾ ടൈം അവിടെ വെച്ചേക്കുമോ? ഇല്ല. ആ സിമെൻറ്റ് നന്നായിട്ട് ഉറച്ചു എന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ നമ്മളത് റിമൂവ് ചെയ്യും. അതുപോലെ തന്നെയാണ് ലേണിങ്ങിലും സ്കഫോൾഡിങ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ കൈ പിടിപ്പിച്ച് എഴുതിപ്പിക്കുന്നൊരു പരിപാടിയുണ്ട് അല്ലേ, നമ്മൾ വളരെ ചെറുതായിരിക്കുമ്പോൾ. പക്ഷേ നമ്മൾ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ പിടിപ്പിച്ച് എഴുതിപ്പിക്കുമോ? ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന സമയത്ത് നമ്മളെക്കാളും സൈക്കിൾ ചവിട്ടാൻ അറിയുന്ന മോർ നോളജബിൾ അതല്ലേ, അയാൾ എന്ത് ചെയ്യും? സൈക്കിളിൻ്റെ പുറകെ പിടിക്കും ബാലൻസ് കിട്ടാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ പതുക്കെ സൈക്കിളിൽ ബാലൻസ് ആയി എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഈ മോർ നോളജബിൾ അതർ എന്താ ചെയ്യുക? ആ സ്കഫോൾഡിങ് അഥവാ ആ പിടിക്കുന്ന പ്രോസസ്സ് എന്ത് ചെയ്യും? അങ്ങ് റിലീസ് ചെയ്യും. അപ്പോഴല്ലേ നമുക്ക് തനിയെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ പലതവണ ഇത് പല രീതിയിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു കുട്ടിക്ക് ഹോംവർക്ക് കുട്ടിയുടെ പേരൻ്റ് എഴുതി കൊടുക്കുന്നത് സ്കഫോൾഡിങ് ആണോ എന്ന്? ഒരിക്കലും അല്ല. അതായത് കുട്ടിയെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക, കുട്ടിയെ സപ്പോർട്ട് ചെയ്യുക, ഇതാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. അതല്ലാതെ കുട്ടിയുടെ വർക്ക് സ്വയം ഏറ്റെടുത്തിട്ട് ചെയ്യുന്നത് സ്കഫോൾഡിങ് അല്ല. കുട്ടിക്ക് ഇപ്പം ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അപ്പോൾ അതിന് വേണ്ട ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കുന്നതാണ് സ്കഫോൾഡിങ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ സ്കഫോൾഡിങ് റെഫേഴ്സ് ടു ദ സപ്പോർട്ട് ഗിവൺ ടു ദ ലേണർ കമ്പയർഡ് ടു സ്കഫോൾഡിങ് ഫോർ ബിൽഡിങ്സ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ സപ്പോർട്ട് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് എ ന്യൂ മെറ്റീരിയൽ ആൻഡ് ദെൻ റിമൂവ്ഡ് വൺസ് ദ ബിൽഡിംഗ് ഈസ് കംപ്ലീറ്റ്. അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ ഇത് പല രീതിയിൽ പ്രാക്ടിക്കലായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് കോൺസെപ്റ്റ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് വൈഗോട്സ്കിയുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു കോൺസെപ്റ്റ് മൈക്രോ ടീച്ചിങ് ആണ്. എന്താണ് മൈക്രോ ടീച്ചിങ്? ഇതിനെ നമ്മൾ സ്കെയിൽഡ് ഡൗൺ ടീച്ചിങ് എന്നും പറയാറുണ്ട്. മൈക്രോ ടീച്ചിങ് അഥവാ സ്കെയിൽഡ് ഡൗൺ ടീച്ചിങ്. എന്താണ് ഇതിൽ പറയുന്നത്? ഇറ്റ് ഈസ് എ ടീച്ചർ ട്രെയിനിങ് ടെക്നിക്ക്. ഇതൊരു ടീച്ചർ ട്രെയിനിങ് ടെക്നിക്കാണ്. അതായത് ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്, അല്ലെങ്കിൽ BEd ക്ലാസ്സിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണിത്. എന്താണിത് ശരിക്കും ചെയ്യുന്നത്? ഇതിൻ്റെ ഒറിജിനേറ്റർ ആരാണ്? ഡ്വൈറ്റ് W. അലൻ ആണ്. ഇത് ഒറിജിനേറ്റ് ചെയ്തത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് 1963. അപ്പം ഇതിൻ്റെ ഒറിജിനേറ്ററും ആ യൂണിവേഴ്സിറ്റിയും ഡേറ്റും ഓർത്തിരിക്കണം. ഡ്വൈറ്റ് W. അലൻ, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, 1963. അപ്പം നമ്മൾ ഈ സെമിനാറൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ലേ, നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചില ടോപ്പിക്കൊക്കെ സെമിനാറായിട്ട് എടുത്തിട്ടുണ്ടാവും. അതൊരു മൈക്രോ ടീച്ചിങ് ആണ്. അതായത് ചെറിയ ക്ലാസ്സിൽ, ഇപ്പം നമ്മുടെ തന്നെ ക്ലാസ്സിൽ നമ്മൾ ചെറിയൊരു ടോപ്പിക്ക് പഠിപ്പിക്കുവാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നാളെ പഠിപ്പിക്കാൻ കയറുന്ന സമയത്ത് നമുക്കതൊരു ട്രെയിനിങ് ആയിരിക്കും അല്ലേ, നമുക്ക് എവിടേക്കാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രോസസ്സ് കൂടിയാണത്. അപ്പോൾ ഇതൊരു ടീച്ചർ ട്രെയിനിങ് ടെക്നിക്കാണ്. ടീച്ചിങ് എ സ്മോൾ യൂണിറ്റ് ടു എ സ്മോൾ ഗ്രൂപ്പ് അല്ലേ. നമ്മൾ ഇപ്പം സെമിനാർ എടുക്കുന്ന സമയത്ത് ഒരു ഫുൾ പേപ്പർ നമ്മളെടുത്ത് എടുക്കാൻ പറയില്ലല്ലോ അല്ലേ. ഒരു മൊഡ്യൂളിലെ ഒരു ടോപ്പിക്കൊക്കെ ആയിരിക്കും നമുക്ക് എടുക്കേണ്ടി വരിക അല്ലേ. അപ്പം സ്മോൾ യൂണിറ്റ് സ്മോൾ ഗ്രൂപ്പിനായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ടു ട്രെയിൻ ഇൻഎക്സ്പീരിയൻസ്ഡ് സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സ്. എക്സ്പീരിയൻസ് ഇല്ലാത്ത ടീച്ചേഴ്സ് ആവാൻ പോകുന്ന സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലേ. BEdനൊക്കെ അങ്ങനെ തന്നെയല്ലേ, അവർ ഇപ്പം BEd പഠിക്കുന്ന കുട്ടികളാണ്, അവരിനി നാളെ ടീച്ചേഴ്സ് ആവാൻ പോകുന്നവരാണ്. അപ്പോൾ അവരെങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പാഠം കൂടിയാണ് ഈ പറയുന്ന മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? 1 സ്കിൽ അറ്റ് എ ടൈം. ഈ മൈക്രോ ടീച്ചിങ്ങിൽ ഒരു സ്കില്ലായിരിക്കും ഒരു സമയത്ത് എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നത് അല്ലേ, ഏതെങ്കിലും ഒരു സ്കില്ല്. കാരണം എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. അതായത് ചിലപ്പം കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. എന്നിട്ട് ടീച്ചർ പറയും എന്താണ് ഇവിടെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, അങ്ങനെ പറയും. പിന്നെ സ്മോൾ സ്കെയിൽ കോണ്ടന്റ് സ്മോൾ സ്കെയിൽ ആയിരിക്കും. ഒരു ഫുൾ പേപ്പർ ഒന്നും പഠിപ്പിക്കാൻ തരില്ല. പ്രാക്ടീസ് അല്ലേ, പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഇൻസ്റ്റൻറ്റേനിയസ് ഫീഡ്ബാക്സ്, അപ്പം തന്നെ ഫീഡ്ബാക്ക് കിട്ടും. കാരണം നമ്മൾ സെമിനാർ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ തന്നെ പിയർ ഗ്രൂപ്പാണ് അല്ലേ, അപ്പോൾ അവർ ഇന്ന ഏരിയ മനസ്സിലായില്ല, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ചെയ്യായിരുന്നു, അപ്പം തന്നെ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുവാണ്. അതേസമയം നമ്മളൊരു റിയൽ ക്ലാസ്സിൽ പോയിട്ട് ക്ലാസ് എടുക്കുവാണെങ്കിലോ ഫീഡ്ബാക്ക് അപ്പം ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് കിട്ടണമെന്നില്ല അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കുള്ള ഒരു ട്രെയിനിങ് ആണിത്, പഠിപ്പിക്കാൻ പോകുന്നതിന് മുന്നേ ഉള്ള ഒരു ട്രെയിനിങ് ആണിത്. സെൽഫ് ഇവാലുവേഷൻ ഓപ്പർച്യൂണിറ്റീസ്. കാരണം നമുക്ക് ഒരു റിയൽ ക്ലാസ് റൂമിൽ പോയിട്ട് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ നമ്മൾ റിയൽ ആയിട്ട് ക്ലാസ് എടുക്കുക. പക്ഷേ ഇവിടെ നമുക്കതൊരു ട്രെയിനിങ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണത്. ഇനി അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് മൈക്രോ ടീച്ചിങ്ങിൻ്റെ. സ്കിൽ ഡെഫിനിഷൻ, സ്കില്ല് ഡിഫൈൻ ചെയ്യും. അതായത് ഇവിടെ ഏത് സ്കില്ലാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ നമ്മളൊരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഇവിടെ ഏത് സ്കില്ലാണ് വേണ്ടത്, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക അല്ലേ, ഒരു കാര്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. ലെസൺ പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താണ്, എങ്ങനെയാണ് ആ ലെസൺ എടുക്കേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്യും. പിന്നെ ആ ലെസൺ എടുക്കും, കണ്ടക്ടിങ് ലെസൺ. ഡിസ്കഷൻ ആൻഡ് കൺക്ലൂഷൻ,
അത് ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഡിസ്കഷൻ ഉണ്ടാവും, പിന്നെ ഒരു കൺക്ലൂഷൻ ഉണ്ടാവും അല്ലേ. ആ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് കുട്ടികളും ടീച്ചറും തമ്മിലുള്ള ഡിസ്കഷനും പിന്നെ അതിനൊരു കൺക്ലൂഷനും കൊടുക്കും. ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ എടുത്ത ആൾക്ക് സ്വയം മനസ്സിലാവും, ഓക്കെ എവിടേക്കാണ് എനിക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അയാൾ വീണ്ടും റീപ്ലാൻ ചെയ്യും, റീടീച്ച് ചെയ്യും, റീഡിസ്കസ് ചെയ്യും, പിന്നെ റീഡൂയിങ്, ഇതെല്ലാം വീണ്ടും ചെയ്യും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രോസസ്സ് നടക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് നമ്മുടെ തെറ്റ് മനസ്സിലാക്കി തിരുത്തി വീണ്ടും അത് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഫേസുകളാണ്. ആദ്യം എന്താണ്? നോളേജ് അക്വിസിഷൻ ആണ്. അതായത് ഒബ്സർവ് ഡെമോ സ്കിൽസ്. അതായത് നമ്മൾ കുറേ ഡെമോ ക്ലാസ്സുകൾ കണ്ടിട്ട് അതിനകത്ത് ഒബ്സർവ് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അതാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. സെക്കൻഡ് എന്താണ്? സ്കിൽ അക്വിസിഷൻ, പ്രിപ്പയർ ആൻഡ് പ്രാക്ടീസ്. നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഡെമോ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതാണ് സ്കിൽ അക്വിസിഷൻ എന്ന് പറയുന്നത്. തേർഡ് എന്താണ്? ട്രാൻസ്ഫറിങ് ഫേസ്, ട്രാൻസ്ഫർ ഓഫ് സ്കിൽ ടു ആക്ച്വൽ ടീച്ചിങ്. അതായത് ആദ്യം കുട്ടി എന്താ ചെയ്യണത്? 2-3 ഡെമോ ക്ലാസ്സുകൾ കാണും, എന്നിട്ട് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ഇത് പഠിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കും. രണ്ടാമത് എന്താണ്? അത് ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഞാൻ പ്രിപ്പയർ ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. മൂന്നാമത്തെ എന്താണ്? ഞാനത് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് ഇന്ന സ്കില്ലുകളൊക്കെയാണ് നല്ലതായി, അതൊക്കെ നന്നായിട്ട് വന്നു, അതൊക്കെ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ആക്ച്വൽ ടീച്ചിങ്ങിൽ എനിക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പം ഞാനൊരു കാര്യം ചെയ്തു, അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഓക്കെ ഇത് ഞാൻ ചെയ്ത് നന്നായി, അപ്പോൾ ഇതെനിക്ക് പിന്നെ ഉപയോഗിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ എടുക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു ക്ലാസ് എടുക്കുമ്പോഴാണല്ലോ നമുക്ക് അത് ഐഡിയ കിട്ടുക. ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്കാവും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അതിന് മുന്നേ ഒരു ട്രെയിനിങ് കിട്ടുമ്പോൾ നമ്മൾ ആ ക്ലാസ് എടുത്തപ്പോൾ അത് വർക്കായി, സോ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്, കാരണം ഇത് വർക്ക് ആവുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും അത് നമുക്ക് റിയൽ ടീച്ചിങ്ങിൽ അല്ലെങ്കിൽ ആക്ച്വൽ ടീച്ചിങ്ങിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. അതാണ് ട്രാൻസ്ഫറിങ് ഫേസ് എന്ന് പറയുന്നത്. അടുത്ത തിയറിയാണ് പ്രീമാക് പ്രിൻസിപ്പിൾ അഥവാ ഗ്രാൻഡ് മാസ് റൂൾ. ഗ്രാൻഡ് മാസ് റൂൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിലൊരു ഐഡിയ വന്നിട്ടുണ്ടാവും. ഈ പ്രായമുള്ള അമ്മൂമ്മമാരൊക്കെ എന്താ ചെയ്യുന്നത്? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആനയെ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പൂരത്തിന് കൊണ്ടുപോകാം. ഇങ്ങനെയൊക്കെ പണ്ടുള്ള അമ്മൂമ്മമാർ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു ടെക്നിക്കാണ്. ഇത് തന്നെയാണ് പ്രീമാക് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റിലേറ്റിവിറ്റി തിയറി ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. നമ്മളെ റീഇൻഫോഴ്സ് ചെയ്യുവാണ്. എന്താണ്? മോർ പ്രോബബിൾ ബിഹേവിയർ വിൽ റീഇൻഫോഴ്സ് ലെസ് പ്രോബബിൾ ബിഹേവിയർ. അതായത് പ്രോബബിൾ ആയിട്ടുള്ള ബിഹേവിയർ ലെസ് പ്രോബബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നു. അതെങ്ങനെയാണ്? അതായത് നമുക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ് ഹോംവർക്ക് ചെയ്യുക എന്നുള്ളത്, അത് ലെസ് പ്രോബബിൾ ബിഹേവിയർ ആണ്. അപ്പോൾ അവിടെ മോർ പ്രോബബിൾ ആയിട്ടുള്ള ബിഹേവിയർ എന്താണ്? ഗോ ഔട്ട് ആൻഡ് പ്ലേ, പുറത്തു പോയി കളിക്കുക എന്നുള്ളത് എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഹോംവർക്ക് ചെയ്താൽ പുറത്തു പോയി കളിച്ചോ. അപ്പോൾ ലെസ് പ്രോബബിൾ ബിഹേവിയറിനെ മോർ പ്രോബബിൾ ബിഹേവിയർ വെച്ചിട്ട് റീഇൻഫോഴ്സ് ചെയ്യുക. അതായത് ഇത് ചെയ്താൽ അത് ചെയ്യാം, അത് നിനക്ക് ചെയ്യാൻ നിന്നെ സമ്മതിക്കാം എന്നൊക്കെ പറയുന്നതാണ് പ്രീമാക് പ്രിൻസിപ്പിൾ. ഓക്കെ, അഥവാ ഗ്രാൻഡ് മാസ് റൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാവ്ലോവിൻ്റെ തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. ഇത് നമ്മൾ അന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത് ഡോഗിലാണെന്നുള്ളത് അല്ലേ. അപ്പോൾ അത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി ഓർ കണ്ടീഷൻഡ് റെസ്പോൺസ്. ഒരാൾ എങ്ങനെയാണ് കണ്ടീഷൻ ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യമാണ് അല്ലേ. എല്ലാ ദിവസവും ഡോഗിന് ഫുഡ് കൊടുക്കുന്നതും ഒക്കെ നമ്മൾ സെക്കൻഡ് ക്ലാസ്സിലാണോ തേർഡ് ക്ലാസ്സിലാണോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സോ അത് വീണ്ടും പറയുന്നില്ല. ഇനി സ്കിന്നറിൻ്റെ തിയറി ഓഫ് ഒപ്പറാൻഡ് കണ്ടീഷനിങ് ആണ്, ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റിവാർഡ് തിയറി ഓർ റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി. അതായത് നമ്മൾ റിവാർഡൊക്കെ കൊടുക്കില്ലേ, അതായത് ഒരു കുട്ടി 10th നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുക. ഇതൊക്കെ പണ്ട് ഒക്കെ പേരൻസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പേരൻറ്റിങ്ങിൻ്റെ ഒക്കെ രീതി മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്, നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു റിവാർഡാണ്. അപ്പോൾ വീണ്ടും നല്ല മാർക്ക് വാങ്ങിക്കാൻ കുട്ടിക്കൊരു ടെൻഡൻസി ഉണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് റിവാർഡ് തിയറി എന്ന് പറയുന്നത്. ഇത് ശരിക്കും BF സ്കിന്നർ ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തിട്ട് കൺക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ്. ഈ തിയറി കണ്ടക്ട് ചെയ്തത് റാറ്റിലാണ്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റാറ്റിനെ ഒരു പസിൽ ബോക്സിലിട്ടു. ആ ബോക്സിന് ഒരു ലിവർ ഉണ്ട്. ആ ലിവർ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫുഡ് കിട്ടും. അപ്പോൾ ഈ എലി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എലി കൂടിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ എലി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എപ്പോഴോ ഈ ലിവറിൽ അറിയാണ്ട് ഇതിൻ്റെ കാല് തട്ടിപ്പോയി.
അപ്പോൾ അതിന് ഫുഡ് കിട്ടി. അപ്പോൾ അതിന് മനസ്സിലായി ഓക്കെ ഈ ലിവറിൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് കിട്ടും. അപ്പോൾ ഞാൻ എന്തിനാണ് വെറുതെ ഓടിക്കളിക്കുന്നത്? അപ്പോൾ എനിക്ക് ഫുഡ് ആവശ്യമുള്ളപ്പോൾ ഞാൻ ഈ ലിവറിൽ പുഷ് ചെയ്താൽ മതി, എനിക്ക് ഫുഡ് കിട്ടും എന്നുള്ളത് എലിക്ക് മനസ്സിലായി. അപ്പോൾ എലി ആ ലിവർ പുഷ് ചെയ്യുമ്പോൾ അതിൻ്റെ റിവാർഡായിട്ട് എന്ത് കിട്ടുന്നു? ഫുഡ് കിട്ടുന്നു. അത് തന്നെയാണ് BF സ്കിന്നർ ഈ ഒരു തിയറിയിൽ പറയുന്നത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആഡിങ് പ്ലസൻറ്റ് സ്റ്റിമുലേഷൻ ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് റിമൂവിങ് അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ. അതായത് ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും ഉണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും ഉണ്ട്. എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. അതായത് ഒരു കുട്ടിക്ക് 100ൽ 100 മാർക്സ് കിട്ടി. ടീച്ചർ അവിടെ ചോക്ലേറ്റ് കൊടുക്കുന്നു. അത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. എന്താണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്? ഇനിയും കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ റീഇൻഫോഴ്സ് ചെയ്യുവാണ്. അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സിങ് ആണ്. ഇനി കുട്ടി 100ൽ 0 മാർക്ക് വാങ്ങിച്ചു. അപ്പോൾ ടീച്ചർ എന്താ ചെയ്യണത്? ഇമ്പോസിഷൻ കൊടുക്കുവാണ്. ഇത് 100 തവണ എഴുതിയിട്ട് വരാൻ പറയുകയാണ്. ഈ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ 100 തവണ എഴുതിയിട്ട് വരാൻ പറയുകയാണ്. അത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യരുത്, കാരണം ഈ പണിഷ്മെൻറ്റ് കിട്ടി. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി ഓക്കെ ഇനി ഞാൻ 0 മാർക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇമ്പോസിഷൻ എഴുതേണ്ടി വരും. അതെന്താണ്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വരുന്നുണ്ട്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും ഉണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, BF സ്കിന്നറിൻ്റെ റാറ്റിൽ നടത്തിയ എക്സ്പെരിമെൻ്റ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. തിയറി ഓഫ് ഒപ്പറാൻഡ് കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോവിൻ്റെ ആണ്, ഒപ്പറാൻഡ് കണ്ടീഷനിങ് BF സ്കിന്നറിൻ്റെ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തൊരു ടീച്ചിങ് മോഡലാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ. ഓക്കെ, ഇതിൻ്റെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻ്റ് ആണ്. ഇൻ്റലക്റ്റിനെ ഡെവലപ്പ് ചെയ്യുക, അതായത് ബുദ്ധിയെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലിൻ്റെ ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ കുറേ അധികം സബ് മോഡലുകളുണ്ട്. ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡലുണ്ട്. എല്ലാം ഇൻഫർമേഷൻ മോഡലിങ്ങിൻ്റെ, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലിൻ്റെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ആണ് അടുത്തത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഈസ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ബൈ ജെറോം ബ്രൂണർ. ഈ മോഡലുകളും അതിൻ്റെ പ്രൊപ്പോണൻസും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, കാരണം അതൊക്കെ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ടീച്ചിങ് മോഡലുകളും അതിൻ്റെ തിയറിസ്റ്റുകളെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇപ്പോൾ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, അതിൻ്റെ പ്രൊപ്പോണൻ്റ് ആരാണ്? ജെറോം ബ്രൂണർ ആണ്. എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്പ് സ്റ്റുഡൻസ് ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് കോൺസെപ്റ്റ്സ് ബൈ പ്രസൻറ്റിംഗ് എക്സാമ്പിൾസ് ആൻഡ് known examples of a concept, allowing them to identify the key attributes. ഒരു കുട്ടിയെ കോൺസെപ്റ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, കോൺസെപ്റ്റ് പഠിപ്പിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് എക്സാമ്പിൾസ് കൊടുക്കുന്നതിനെയാണ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറയാം. ഇറ്റ് ഡെവലപ്സ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സ്കിൽസ് ഇൻ ചിൽഡ്രൻ. അതായത് ആ ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യാൻ കുട്ടികളെ സഹായിക്കും ഈ ഒരു മോഡൽ. അതുകൊണ്ടാണ് അത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലാണ് എന്ന് അതിനെ പറയുന്നത്. അപ്പോൾ ഒരു കോൺസെപ്റ്റ് കാണാതെ പഠിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്, അല്ലേ? ആ കോൺസെപ്റ്റിന് എക്സാമ്പിൾ കൊടുക്കുമ്പോൾ ആ ഇൻഫർമേഷനെ കുട്ടി പ്രോസസ്സ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റുഡൻറ്റ് ബിക്കം ബെറ്റർ അനലിറ്റിക്കൽ തിങ്കർ. കുട്ടി കുറച്ചും കൂടെ നന്നായിട്ട് തിങ്ക് ചെയ്യാൻ പഠിക്കും എന്നുള്ളതാണ് ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത. അപ്പോൾ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, ജെറോം ബ്രൂണറിൻ്റെ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലാണ്. ഇവിടെ ഇൻ്റലക്റ്റ് വേണം, കുട്ടിക്ക് ബുദ്ധി വേണം, എന്നാലല്ലേ കുട്ടിക്ക് ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിനുള്ള എക്സാമ്പിൾ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ, ഹിൽഡ ടാബ. ഹിൽഡ ടാബയുടെ ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡലും എന്ത് തന്നെയാണ്? ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ തന്നെയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ടീച്ചിങ് അപ്രോച്ച് ദാറ്റ് ഗൈഡ് സ്റ്റുഡൻസ് ഫ്രം സ്പെസിഫിക് ഒബ്സർവേഷൻ ആൻഡ് ഡേറ്റ ടു ബ്രോഡർ ജനറലൈസേഷൻ ആൻഡ് പ്രിൻസിപ്പിൾ. അതായത് കുട്ടികൾ ഒബ്സർവേഷനിലൂടെ എന്താണ് ബ്രോഡർ ജനറലൈസേഷൻ ആൻഡ് പ്രിൻസിപ്പിളിലേക്ക് എത്തുന്നത്. അതായത് കുട്ടി ഒബ്സർവ് ചെയ്തിട്ട് ജനറലൈസ് ചെയ്യാൻ പഠിക്കുന്ന പ്രോസസ്സാണ് ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ എന്ന് പറയുന്നത്. അത് ഹിൽഡ ടാബയുടെ. അവിടെയും എന്ത് വേണം? ഇൻ്റലക്റ്റ് വേണം. കുട്ടിക്ക് ജനറലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടി അതിനെ ചിന്തിച്ച് മനസ്സിലാക്കി എടുക്കണം, എന്നാലാണ് കുട്ടിക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഈസ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ. മെയിൻ ഫോക്കസ് സെൽഫ് ലേണിംഗ് ആണ്. കുട്ടി തന്നെ എൻക്വയറി ചെയ്ത് പഠിക്കുകയാണ്. അവിടെയും എന്ത് വേണം? ഇൻ്റലക്റ്റ് വേണം. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് സ്റ്റുഡൻസ്. കുട്ടി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, കാരണം കുട്ടി തന്നെ സ്വയം പഠിക്കുകയാണ്. പോസിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് റിയൽ ലൈഫ് എക്സ്പീരിയൻസസ്. കുട്ടി തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കുട്ടിയുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിലൂടെ പഠിച്ചെടുക്കുകയാണ്. പ്രോബ്ലം സോൾവിങ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എൻക്വയറി ട്രെയിനിങ് മോഡലും എന്ത് തന്നെയാണ്? ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലാണ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. അതിൻ്റെ പ്രൊപ്പോണൻ്റ് ഡേവിഡ് ഒസുബൽ ആണ്. ഡേവിഡ് ഒസുബലിൻ്റെ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ, ഇതും ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലിൻ്റെ ഉദാഹരണമാണ്. ഹെൽപ്സ് ലേണേഴ്സ് ഇൻറ്റഗ്രേറ്റ് ന്യൂ ഇൻഫർമേഷൻ വിത്ത് എക്സിസ്റ്റിംഗ് നോളജ് ബൈ പ്രൊവൈഡിങ് എ ഫ്രെയിംവർക്ക് ഓർ സ്ട്രക്ചർ ബിഫോർ പ്രസൻറ്റിംഗ് ദ ന്യൂ കോണ്ടന്റ്. അതായത്
പുതിയ ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എങ്ങനെയാണ് പുതിയ ഇൻഫർമേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? വിത്ത് എക്സിസ്റ്റിംഗ് നോളജ്. ഓൾറെഡി അറിയാവുന്ന കാര്യം വെച്ചിട്ട് പുതിയ ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അവിടെയും എന്ത് വേണം? ഇൻ്റലക്റ്റ് വേണം അല്ലേ? അതായത് ഞാൻ പഠിച്ച ഒരു കാര്യം എനിക്ക് വേറൊരു കാര്യമായിട്ട് കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഒരു പുതിയ നോളജ് അല്ലെങ്കിൽ ഒരു പുതിയ ഇൻഫർമേഷൻ എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? തിങ്ക് ചെയ്യണം അല്ലേ? അപ്പോൾ ഇതിലൊക്കെ എന്ത് ആവശ്യമുണ്ട്? ഇൻ്റലക്റ്റ് ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സ്കില്ല് ആവശ്യമുള്ള എല്ലാ പ്രോസസ്സുകളും ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡലിൽ വരും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അതാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി പേഴ്സണൽ മോഡലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.